കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിന്റെ ഭാഗമായി 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ചിട്ടയോടെയും സാവധാനത്തിലും നടപ്പാക്കണമായിരുന്നുവെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കേന്ദ്ര തീരുമാനത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും തീരുമാനം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ രീതിയിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ടായെന്നും മന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ട്രഷറി ഇടപാടുകൾ സംബന്ധിച്ച് ധനമന്ത്രി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും ചോദ്യോത്തരവേളയിൽ ധനമന്ത്രി തോമസ് ഐസക് സഭയെ അറിയിച്ചു. കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നത് ലക്ഷ്യമിട്ട് 500 രൂപ 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ പരിഭ്രാന്തരാണെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലാണ് ചോദ്യോത്തരവേളയിൽ വിഷയം സഭയിലെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കേന്ദ്ര തീരുമാനം നല്ലതാണെന്നും അത് നടപ്പാക്കിയ രീതിയിലാണ് പ്രശ്നം വന്നതെന്നും മറുപടിയായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സഭയെ അറിയിച്ചു. 1000 രൂപ നോട്ടുകൾ റദ്ദാക്കുന്നതിൽ എതിർപ്പ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഡിമോണിറ്റൈസേഷൻ ഇതിക്ക് മുമ്പും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ നടപ്പാക്കിയ രീതിയിലാണ് രാജ്യത്താകെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിൽ അർദ്ധരാത്രിയിൽ ഇത് നടപ്പിലാവും എന്ന് പറയുന്ന യുക്തി എന്താ? സംസ്ഥാനത്ത് വൈദ്യുതി മോഷണം തടയാൻ വിജിലൻസ് പരിശോധന ശക്തമാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചോദ്യത്തിന് മറുപടിയായി സഭയെ അറിയിച്ചു. ശബരിമലയിൽ ഈ തീർത്ഥാടന കാലത്ത് പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. 2011-2016 വർഷത്തിൽ 5024.51 കോടി രൂപ KSRTC വിവിധ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തതായും ഇതിൽ 1300 കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ടെന്നും മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിലെ ജയിലുകളിൽ വിചാരണ തടവുകാരായി 492 ഇതര സംസ്ഥാനക്കാരുണ്ടെന്ന് മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് മറുപടിയായി സഭയെ രേഖാമൂലം അറിയിച്ചു. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം സംസ്ഥാനത്ത് 2015 30 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി KK ശൈലജ നിയമസഭയിൽ മറുപടി നൽകി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.